ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമൻ യാ റബ്ബൽ ആലമീൻ. ഏറെ സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിതത്തെ ആ രീതിയിൽ ക്രമീകരിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ആ നിലയ്ക്ക് ജീവിതത്തെ ക്രമീകരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം ത്യാഗപൂർണമായ അദ്ദേഹത്തിൻ്റെ ജീവിതം രാജാവിൻ്റെ മുന്നിൽ വരെ പതറാത്ത വിശ്വാസവുമായി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറ ബീവിയും സഹോദരപുത്രൻ ലൂത്ത് അലൈഹിസ്സലാമും കൂടെ ഷാമിലേക്ക് തങ്ങളുടെ നാട്ടിൽ നിന്ന് ഹിജ്റ പോവുകയാണ്. അങ്ങനെ ഷാമിൽ താമസിക്കുന്നതിനിടയിൽ സാറാ ബീവിയും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയും മിസ്റിലേക്ക് അഥവാ ഈജിപ്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു രംഗമുണ്ട്. അതീവ സുന്ദരിയാണ് സാറാ ബീവി. അങ്ങനെ മിസ്റിലെ രാജാവ് അതിക്രൂരനും കഠിന ഹൃദയനും അഹങ്കാരിയുമായിരുന്ന ആ രാജാവ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യയെ അവരുടെ മേൽ ആഗ്രഹം ജനിക്കുകയും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് ആളെ പറഞ്ഞയക്കുന്ന ഒരു രംഗവും ചരിത്രത്തിൽ കാണാം. 3 കളവുകളാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് എന്ന് നമുക്ക് കാണാം. അതിലൊരു കളവ്, ഇത് നിൻ്റെ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഇതെൻ്റെ സഹോദരിയാണ് എന്ന് പറഞ്ഞതാണ്. ശേഷം സാറാ ബീവിയോട് പറയുന്നുണ്ട്, ഇന്ന് രാജാവിൻ്റെ ഒരാൾ എൻ്റെ അടുക്കലേക്ക് വന്നിരുന്നു, നിന്നെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ സഹോദരിയാണ് എന്നാണ് പറഞ്ഞത്. നീയും ഞാനുമല്ലാതെ ഈ ഭൂമി ലോകത്ത് മുഅ്മിനുകളായി വിശ്വാസികളായി വേറെ ആരുമില്ല, അതുകൊണ്ട് അങ്ങനെ തന്നെ പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവിൻ്റെ അടുക്കലേക്ക് സാറാ ബീവി പോകുന്ന ഒരു രംഗം. ആ രാജാവ് സാറാ ബീവിയെ പിടിക്കാൻ മുന്നോട്ട് ഓങ്ങുകയും ആ സമയത്ത് അയാൾ അവിടെ സ്റ്റക്കാവുകയും ചെയ്യുന്നുണ്ട്, മുന്നോട്ട് ചലിക്കാൻ കഴിയാതെ. ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്, പ്രവാചകൻ്റെ ഹദീസിൽ കാണാം, അയാൾ മരിക്കാറായി എന്നാണ്. അങ്ങനെ പ്രയാസപ്പെടുമ്പോൾ അയാൾ പറഞ്ഞു സാറാ ബീവിയോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ സമയത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ അയാൾ പഴയപടിയായി. വീണ്ടും അയാൾ എന്ത് ചെയ്യാണ്, സാറാ ബീവിയെ ആക്രമിക്കാൻ വരുമ്പോൾ ഇതേ സംഗതി 3 തവണ ഇതിങ്ങനെ ആവർത്തിച്ചു. സാറാ ബീവിയെ ആക്രമിക്കാൻ കഴിയില്ല, എനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ ആ രാജാവ് മഹദിയോടുള്ള ബഹുമാനമെന്നോണം ഖിബ്തിയായ ഒരടിമ സ്ത്രീ ഹാജർ അലൈഹിസ്സലാം എന്ത് ചെയ്യാണ്, ഹദിയയായി കൊടുക്കുകയാണ്, സമ്മാനമായി ഖാദിമത്തായി സാറാ ബീവിക്ക് കൊടുക്കുകയാണ്. അങ്ങനെ സാറാ ബീവി ആ ഹാജറിനെയും കൂട്ടി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കിലേക്ക് വരുമ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നിസ്കരിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്നു. ഹാജർ അലൈഹി സ്വലാത്തു വസ്സലാമയെ സാറാ ബീവി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കൊടുത്തു, അടിമ സ്ത്രീയായി. കൊടുക്കാനുള്ള കാരണം, സാറാ ബീവി ബന്ദിയായിരുന്നു, കുട്ടികളുണ്ടായിരുന്നില്ല. പ്രായമേറെയായിട്ടും അവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. 40ാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോഴും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രതീക്ഷ കൈവിടാതെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ദുർരിയത്തൻ സ്വാലിഹായ ഒരു സന്താനത്തെ റബ്ബേ എനിക്ക് നീ നൽകണമേ. അതാണ് പ്രാർത്ഥനയിൽ നമ്മൾക്കുള്ള മാതൃക. മുറിയാത്ത പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. വിഫലമായ പ്രാർത്ഥനയാണ് എന്ന ചിന്തയോടുകൂടി പ്രാർത്ഥിച്ചാൽ
അള്ളാഹു അത് നമ്മൾക്ക് നൽകില്ല. എനിക്കെൻ്റെ റബ്ബ് തരും എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി 3-4 തവണ ചോദിച്ച് കിട്ടാതാകുമ്പോൾ നിരാശനാകുന്നവൻ അള്ളാഹു കൊടുക്കൂല. പ്രതീക്ഷയോടുകൂടി 100% പ്രതീക്ഷയോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കണം. അങ്ങനെ അള്ളാഹു ഹാജറ ബീവിയിൽ ഇസ്മായിൽ എന്ന സന്താനത്തെ കൊടുക്കുകയാണ്. അങ്ങനെ ഇസ്മായിൽ എന്ന സന്താനം അവർക്ക് ലഭിക്കുകയും അതിൽ സാറാ ബീവിക്ക് ഒരു ചെറിയ ഒരു ഗീറത്ത്, ആത്മരോഷം ഉണ്ടാവുകയും ഇനി ഹാജറിൻ്റെ കൂടെ താമസിക്കാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തു. അത് അള്ളാഹിൻ്റെ തീരുമാനമായിരിക്കാം. അള്ളാഹു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് കൽപ്പിച്ചു അവരെയും കൂട്ടി എന്ത് ചെയ്യാൻ? ഹിജ്റ പോകാൻ. എവിടേക്ക്? ആരോരുമില്ലാത്ത ആ മണൽക്കാട്ടിലേക്ക് നിൻ്റെ ഇസ്മായിലിനെയും അതേപോലെ തന്നെ ഹാജറിനെയും കൂട്ടി അവരെ കൊണ്ടുചെന്നാക്കാൻ അള്ളാഹിൻ്റെ കൽപ്പന. പിന്നീട് നമുക്കറിയാം അവിടെ കൊണ്ടുപോയി അവിടെയാക്കി. സംസം കിണറിൻ്റെ ഓരത്തുള്ള ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഹാജറ ബീവിയെയും ഇസ്മായിലിനെയും, ചെറിയ പൈതൽ ഇസ്മായിലിനെയും അവിടെയാക്കി. ഒരു തോൽപാത്രത്തിൽ വെള്ളവും അവർക്ക് കഴിക്കാൻ മാത്രമുള്ള ഈത്തപ്പഴവും അവിടെ വെച്ച് സലാം പറഞ്ഞ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു പോരുന്നൊരു രംഗം. ഒരുപാട് തവണ വിളിച്ചു. അവസാനം ചോദിച്ചു, ആ അല്ലാഹു അമറക ഹാദ, എന്നെ പ്രിയതമാ, ഈ മണൽക്കാട്ടിൽ ഞങ്ങളെയും തനിച്ചാക്കി പോകാൻ അള്ളാഹിൻ്റെ കൽപ്പനയാണോ? നഅം, അതെ. ഇതൻ, എങ്കിൽ നിങ്ങൾ പോയിക്കൊള്ളുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെന്ത് ചെയ്യില്ല, ലാ യുളിഅ അല്ലാഹു അബദ, ഒരിക്കലും അല്ല ഞങ്ങളെ കൈവിടില്ല എന്ന അചഞ്ചലമായ തവക്കുൽ. ഹജറ അലൈഹി സ്വലാത്തു വസ്സലാം ആരുമില്ലാത്ത, സഹായത്തിനാരുമില്ലാത്ത മരുഭൂമിയിലും അള്ളാഹിൻ്റെ കൽപ്പനയാണോ എങ്കിൽ അള്ളയുണ്ട്, ഞങ്ങൾക്ക് പോയിക്കൊള്ളുക എന്ന് പറയുന്ന രംഗം ചരിത്രത്തിൽ കാണാം. പ്രിയമുള്ളവരെ, അതാണ് തവക്കുൽ. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നതിൻ്റെ ഉദാത്തമായ മാതൃക അതാണ്. എല്ലാം നഷ്ടപ്പെടുമെന്ന ബോധത്തോടു കൂടി അള്ളാഹുവിൽ തവക്കുലാക്കണം. എല്ലാം നഷ്ടപ്പെട്ടാലും ഞാൻ എൻ്റെ റബ്ബിൽ തവക്കുലാക്കുമെന്ന ബോധം. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ തവക്കുലാക്കി വെള്ളം കുടിച്ച് ഈത്തപ്പഴം കഴിച്ച് കുഞ്ഞിനെ മുലയൂട്ടി ഹാജറ ബീവി കഴിച്ചുകൂട്ടി. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നടന്നുപോയി ആ തായ്വാരത്ത് അവരെ കണ്ണിൽ നിന്ന് മറയുന്നതിൻ്റെ അവസാന നിമിഷത്തിൽ തിരിഞ്ഞു നോക്കി പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. റബ്ബേ, ആരോരുമില്ലാത്ത, കൃഷിയോ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണമോ ഒന്നുമില്ലാത്ത ഒരു പ്രദേശത്ത്, ഇൻദ ബൈത്തിക്കൽ ഹറാം, നിൻ്റെ വീടിൻ്റെ ഭവനത്തിൻ്റെ ഓരത്ത് എൻ്റെ ദുർരിയത്തിനെ, എൻ്റെ സന്താനത്തെ, എൻ്റെ ഭാര്യയെ ഞാൻ അവിടെ ആക്കിപ്പോരുന്നുണ്ട് റബ്ബേ, അവർക്ക് നീ കാവലാകണമേ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. വജഅൽ അഫ്ഇദതൻ നാസി തഹ്വി ഇലൈഹിം, ജനങ്ങളുടെ ഹൃദയങ്ങൾ അവരിലേക്ക് നീ ഇഷ്ടമുള്ള ഹൃദയങ്ങളാക്കി മാറ്റണമേ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയാണ്. പ്രിയമുള്ളവരെ, ലോകാവസാനം വരെ ഹാജർ ബീവിയെ ഓർക്കാത്തൊരു മുസ്ലിം ഉണ്ടാവുകയില്ല. ലോകാവസാനം വരെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം ഓർക്കാത്തൊരു മുസ്ലിം ഉണ്ടാവുകയില്ല. സഫയുടെയും മർവയുടെയും ഓരത്തുകൂടെ തായോട്ടും മുകളിലോട്ടും വെള്ളമില്ലാതെ പ്രയാസപ്പെട്ട് വിശന്ന് ദാഹിച്ച് തൻ്റെ കുഞ്ഞ് ദാഹിച്ചലഞ്ഞ് കരയുമ്പോഴും അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് ഹാജറ ബീവി സഫാ മർവ മലകൾക്കിടയിൽ 7 തവണ ഓടിയത് ഇന്നും ഓർക്കാത്തൊരു മുസ്ലിം ഉണ്ടാവുകയില്ല. അത് പ്രവാചകൻ്റെ പ്രാർത്ഥനയാണ്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ. വജഅൽ അഫ്ഇദതൻ നാസി തഹ്വി ഇലൈഹിം, ജനങ്ങളുടെ ഹൃദയങ്ങളെ റബ്ബേ അവരിലേക്ക് നീ ഇഷ്ടമുള്ളതാക്കണമെന്നാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന. എന്തൊക്കെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചോ അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അങ്ങനെയാണ് അവിടെ സംസം ഉണ്ടാകുന്നത്. മലക്കിൻ്റെ കാലടി കേട്ട് ഹാജർ ബീവി വന്നു നോക്കുമ്പോൾ സംസമിൻ്റെ സ്ഥാനത്ത് നീരുറവ പൊട്ടിയിട്ടുണ്ട്. പ്രവാചകൻ പറയുന്നുണ്ട്, ഹാജറ ബീവി ഇസ്മായിലിൻ്റെ ഉമ്മ ആ സംസം കിണർ മൂടി വെച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്നതൊരു അരുവിയായി ഒഴുകുമായിരുന്നു. റഹിമല്ലാഹു ഉമ്മ ഇസ്മായിൽ, ഇസ്മായിലിൻ്റെ ഉമ്മാക്ക് ഹാജറ ബീവിക്ക് അള്ളാഹു റഹ്മത്ത് ചെരിയട്ടെ എന്ന് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടെയുണ്ടാകും. അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ, ഏകദൈവ വിശ്വാസത്തെ ജീവിതത്തിലേക്ക് ചേർത്ത് വച്ചാൽ ഏത് പ്രയാസത്തിലും അള്ളാഹു നമ്മുടെ കൂടെയുണ്ടാകും എന്നതാണ് ആ ചരിത്രം
നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പിന്നീട് അവിടെ ജുർഹൂം ഗോത്രക്കാർ ഒരു മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ കാക്കകൾ ഇങ്ങനെ വട്ടമിട്ടത്, പക്ഷികൾ വട്ടമിട്ടത് കണ്ട് അവിടേക്ക് ചെല്ലുകയും അങ്ങനെ അവിടെ താമസം ആരംഭിക്കുകയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വളർന്ന് ഒരു യുവാവായി അതിനിടയിൽ ഹാജറ ബീവി മരണപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ അവരുടെ കൂട്ടത്തിലൊരു സ്ത്രീയെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വിവാഹം ചെയ്യുകയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ദിവസം തിരിച്ചു വന്നു. അന്ന് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഇല്ല, വേട്ടയ്ക്ക് പോയതാണ്. തൻ്റെ വീട്ടിലേക്ക് കയറി സലാം പറഞ്ഞ് കയറി വിശേഷങ്ങൾ ചോദിച്ചു. ഇസ്മായിൽ എവിടെയെന്ന് ചോദിച്ചു. ഇവിടെ ഇല്ല, വേട്ടയ്ക്ക് പോയതാണ്. എന്താണ് നിങ്ങളുടെ വീട്ടിലെ അവസ്ഥ? പ്രയാസമാണ്, പട്ടിണിയാണ്, ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. തിരിച്ച് പോകുന്ന സമയത്ത് പറഞ്ഞു, ഇസ്മായിലിനോട് എൻ്റെ സലാം പറയണം, എന്നിട്ട് ഉമ്മറ വാതിലിൻ്റെ എന്ത് ചെയ്യണം, ഉമ്മറ വാതിലിൻ്റെ വാതിൽപ്പുര എന്ത് ചെയ്യണം, മാറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചുപോയി. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. ഭാര്യ ഈ സംഗതി പറഞ്ഞു. ഇങ്ങനെ ഒരാൾ വന്നിരുന്നു, ഒരു പ്രായമുള്ള ഒരാൾ വന്നിരുന്നു, ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഉത്തുബത്ത് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഉമ്മറപ്പടി മാറ്റണമെന്ന് പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞു അതെൻ്റെ വാപ്പയാണ്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയാണ് വന്നത്. ഉമ്മറപ്പടി മാറ്റണമെന്ന് പറഞ്ഞത് നിന്നെ തലാക്ക് ചെല്ലണം എന്നാണ്. പ്രിയമുള്ളവരെ, ഒരു മകൻ ആരാവണം എന്നവിടെ കാണാം. വാപ്പാൻ്റെ കൽപ്പന, വാപ്പാനെ കണ്ടിട്ട് പോലില്ല, ആ വിശേഷണങ്ങളിൽ നിന്ന് അവൻ്റെ വാപ്പയാണെന്ന് തിരിച്ചറിയുകയും വാപ്പാൻ്റെ സംസാരത്തിൻ്റെ ആശയത്തെ എന്താണ് എന്ന് കൃത്യമായി തനിക്ക് ഉൾക്കൊള്ളുവാനും സാധിച്ച പിതാവിനെ മനസ്സിലാക്കിയ ഒരു വാപ്പ, പിതാവിനെ മനസ്സിലാക്കിയ ഒരു മകൻ. പ്രിയമുള്ളവരെ, തലാക്ക് ചൊല്ലി വീണ്ടും രണ്ടാമത് ഒരു പെണ്ണിനെ, സ്ത്രീയെ വിവാഹം കഴിച്ചു. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇല്ലാത്ത സമയത്ത് വീണ്ടും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നു, വിശേഷം ചോദിക്കുന്നു, സലാം പറഞ്ഞു വിശേഷം ചോദിച്ചു. എന്താണ് നിങ്ങളുടെ അവസ്ഥ? നല്ല റാഹത്താണ്, സമാധാനാണ് എന്ന് പറഞ്ഞു തിരിച്ചുപോയി. വരുമ്പോൾ ഇസ്മായിലിനോട് സലാം പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. ഇന്നൊരാൾ വന്നിരുന്നു, ഇന്നെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. വീടിൻ്റെ ഉമ്മറപ്പടി അവിടെ തന്നെ, വാതിലിൻ്റെ ഉമ്മറപ്പടി അവിടെ തന്നെ സ്ഥാപിക്കണം, ഉത്തുബത്ത് അവിടെ തന്നെ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അതാരാണ്? വാപ്പയാണ് വന്നത്. ഉത്തുബത്തുൽ ബാബ് എന്ന് പറഞ്ഞാൽ അത് നീയാണ്, നിന്നെ മുറുക്കി പിടിക്കണം എന്നാണ് വാപ്പ പറഞ്ഞത് എന്ന്. പ്രിയമുള്ളവരെ, മൂന്നാമതും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. അന്ന് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ കാണുകയാണ്. താൻ ചെറുപ്പത്തിൽ എങ്ങോ ഉപേക്ഷിച്ചു പോയ ഒരു ചോര പൈതലായിരുന്ന ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വളർന്ന് വലുതായി എന്തിനും പോന്നൊരു യുവാവായി നിൽക്കുന്ന കാഴ്ച വാപ്പ കാണുകയാണ്, കൺകുളിർക്കെ കാണുകയാണ്. സംസമിൻ്റെ ഓരത്ത് നിന്ന് ഒരു അമ്പിങ്ങനെ, അമ്പും വില്ലും റെഡിയാക്കുന്ന തിരക്കിലാണ്. നേരെ കണ്ടു, ആലിംഗനം ചെയ്തു, സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിട്ടു. ഉടനെ പറഞ്ഞത് അള്ളാൻ്റെ കൽപ്പനയുണ്ട്, ഇവിടെ ഒരു പള്ളി നിർമ്മിക്കണം, അള്ളാൻ്റെ ഭവനം, ലോകത്തിലെ ആദ്യത്തെ ഭവനം കഅബ അവിടെ നിർമ്മിക്കപ്പെടുകയാണ്. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, പാപ്പ നിർമ്മിച്ചോ, കൂടെ ഞാനുണ്ട്. പാപ്പ നിർമ്മിച്ചോ, കൂടെ ഞാനുണ്ട്. എന്തിനും പിതാവിൻ്റെ കൂടെ നിന്ന മകൻ. പ്രിയമുള്ളവരെ, അതും കഴിഞ്ഞ് ആ നിർമ്മാണം നടക്കുമ്പോൾ അവരുടെ പ്രാർത്ഥന റബ്ബന തഖബ്ബൽ മിന്ന, റബ്ബന തഖബ്ബൽ മിന്ന. ആരുമില്ലാത്ത മരുഭൂമിയിൽ അവർ അള്ളാൻ്റെ കൽപ്പനക്ക് വിധേയമായി മാത്രം അള്ളാൻ്റെ ഭവനമുണ്ടാക്കുമ്പോൾ അവർ പ്രാർത്ഥിച്ച റബ്ബേ സ്വീകരിക്കണേ. നമ്മൾ എന്ത് കർമ്മങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, റബ്ബേ സ്വീകരിക്കണേ. ഏത് പ്രവർത്തനം നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ പ്രാർത്ഥന ഉണ്ടാകണം, റബ്ബേ ഞാൻ ചെയ്ത നിസ്കാരം, ഇന്ന് നമ്മുടെ തറാവീഹ് നിസ്കരിച്ചു, നമ്മളിൽ എത്ര ആളുകൾ പ്രാർത്ഥിച്ചു റബ്ബേ തറാവീഹ് സ്വീകരിക്കണേ എന്ന്. എന്ത് കർമ്മങ്ങളും പ്രിയമുള്ളവരെ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ചെയ്തതാണെങ്കിൽ റബ്ബേ സ്വീകരിക്കണേ എന്ന പ്രാർത്ഥന നമ്മൾക്കുള്ളിൽ ഉണ്ടാവണം. ശേഷം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും പ്രാർത്ഥിച്ചു, ഇവിടെ ഒരു ഉമ്മത്തുണ്ടാവണേ റബ്ബേ, ഒരു സമുദായം ഉണ്ടാകണേ, ആ സമുദായത്തിലേക്ക് ഒരു പ്രവാചകനെ നീ അയക്കണമേ. എന്നിട്ട് അങ്ങനെ ഒരുപാട് പ്രാർത്ഥന, ആ പ്രാർത്ഥനകളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല കേട്ടു. അതിനുത്തരമാണ് മുഹമ്മദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതിനുത്തരമാണ് ആ കഅബത്തിങ്കൽ ലക്ഷക്കണക്കിന് ആളുകൾ ഹജ്ജ് ചെയ്യാൻ പോകുന്നത്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണ് ഇന്നും ഹാജറ ബീവിയെയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയെയും ആളുകൾ ഓർക്കുന്നത്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണ് അവിടെയുള്ള ഓരോ ഹജ്ജിൻ്റെ വേളകളിലും ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയെയും ഹാജറ ബീവിയെയും ഓർക്കുന്നത്. പ്രിയമുള്ളവരെ, ആ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും വലിയ ആയുധമാണ്, ഏറ്റവും വലിയ ആയുധമാണ്.
അത് നമ്മൾ കൈവിടാൻ പാടില്ല. മല്ലം യസ്അലില്ല യഗ്ളബ് ലഹു. അള്ളാഹിനോട് ചോദിക്കാത്തവനോട് അള്ളാഹു ദേഷ്യപ്പെടും. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അള്ളാഹിനോട് ചോദിച്ചിട്ടുണ്ട്? നമ്മൾ സ്വയം ആലോചിക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിലെ എന്തൊക്കെ കാര്യങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്? ആവശ്യങ്ങൾ ഞാൻ അള്ളാഹിനോട് ചോദിച്ചിട്ടുണ്ടോ? ആഗ്രഹങ്ങൾ റബ്ബിനോട് പറഞ്ഞിട്ടുണ്ടോ? പ്രയാസങ്ങൾ അള്ളാഹിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ചിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, പ്രാർത്ഥന ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും വലിയ ആയുധമാണ്. അത് നമ്മുടെ ജീവിതത്തിലുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെ ഉണ്ടാകും. ആ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുക. ഈ രൂപത്തിൽ ചരിത്രത്തെ നമ്മൾ വായിക്കുക. പ്രയാസങ്ങളിൽ അള്ളാഹു കൂടെ ഉണ്ടാകും എന്ന ഏറ്റവും വലിയ തിരിച്ചറിവ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾക്ക് ലഭിക്കുന്നു. അത് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക. ലഭിക്കാനുള്ള കാരണം ഏകദൈവ വിശ്വാസമാണ്, തൗഹീദാണ്, അചഞ്ചലമായ തവക്കുലാണ്, അള്ളാഹുവിലുള്ള അടങ്ങാത്ത പ്രതീക്ഷയാണ് എന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാവുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പാവങ്ങൾ അള്ളാഹു പുറത്തു നൽകുമാറാകട്ടെ. പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിച്ച് നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.